ഹലോ, ഇവിടെ ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഫസ്റ്റ് എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ആ ബോൾസ് എല്ലാം ഒരുമിച്ച് വെച്ചോ, ഒരു ഇതിൽ വെച്ചോ ബോൾസ് എല്ലാം. നല്ല ഭംഗിയുണ്ട് എല്ലാം. ഇത് കഴിഞ്ഞ വർഷം ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ് ഇതെല്ലാം. മാങ്ങാമല, ഇത് പാലക്കാമല, മറ്റേ നക്ഷത്രത്താഴിൽ ശോഭന പറയും പോലെ എനിക്കിത് ഭയങ്കര ക്രേസാണ്. അപ്പം കുഞ്ഞിലെ അമ്മയുടെ അടുത്തൊക്കെ വാശി പിടിച്ചിട്ട് ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ച്, വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ച് ഇങ്ങനെ അലങ്കരിക്കുമായിരുന്നു. അപ്പം ഇപ്പോഴായാലും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ ഒരു കാര്യം മാത്രം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ക്രൈസാണ്, അല്ലേ അമ്മ? പിന്നെ വാങ്ങിച്ചല്ല, വാങ്ങിപ്പിച്ച് ഇച്ചിരി പ്രശ്നമാക്കിയായിരുന്നു ഞാൻ. എന്നിട്ട് അമ്മ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചെറിയ ട്രീ എന്തോ വാങ്ങിക്കാനാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ചെറിയ ട്രീ വെച്ചിട്ട് ഒരു ഭംഗിയില്ല. അപ്പം അമ്മ തന്നെ പറഞ്ഞു എന്നാൽ പിന്നെ വലുത് തന്നെ വാങ്ങിക്കാം. ലൂർദിന്റെ എന്തോ ഒരു ഷോപ്പിലല്ലേ പോയു, മറ്റേ ലൂർദ് പള്ളിയുടെ എല്ലാം ഇവിടെ അത് അവിടെ അലങ്കരിക്കുന്നത് ക്രിസ്മസ് ട്രീയിലായിരിക്കും അലങ്കരിക്കുകയാണ്. അതെടുത്തവിടായി ആ കയ്യിലിരിക്കുന്നതാണ്. അതെവിടെയെങ്കിലും വെക്കാം, വേറെ കാണുമോ? ഇത് നിറച്ചിരിക്കുന്നു. ഇത് അപ്പൂപ്പന്റെ വടിയല്ലേ? യെസ്, ക്രിസ്മസ് അപ്പൂപ്പൻ. ആ ബോൾസ് എടുത്ത് ബോൾസ് അല്ലേ വെച്ചോണ്ടിരിക്കണേ. ആണ്ട് അപ്പൂപ്പന്റെ തൊപ്പി. ആ തൊപ്പി മാറ്റി അവിടെ സ്പേസ് പോവല്ലെങ്കിൽ. ആണോ? എന്നാലും അപ്പൂപ്പന്റെ തൊപ്പി അല്ലേടി അവിടെ ഇരിക്കട്ടെ. ഇതിന് പറയുന്നത് എന്തോന്നാണ്? ക്രിസ്മസ് ബോൾസ് ആണോ? ഇത് ക്രിസ്മസ് ഗിഫ്റ്റ്. ഇത് അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അത് ഒരു സിമ്പിളായിട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത് ശരി. ഇതിങ്ങനെ ഇടലർത്തി വെച്ചാലേ നല്ല ഭംഗിയായി. അതാ ഇപ്പൊ വെക്കണ്ട, അത് ട്രീയിൽ വെക്കാനുള്ളതാണ്. അല്ലേ വച്ച് നോക്കിയതാ. ഇത് മറ്റേ മണിച്ചിത്രത്താഴ് ശോഭന പറയുന്ന പോലെ വയ്ക്കണമെന്നല്ലേ പറഞ്ഞത്. മാങ്ങാമാല, പട്ടുസാരി, ചേല സാരി എന്നല്ല ഇതിനകത്ത് പറയുന്നത്, നാഗവല്ലിയുടെ ചേല, പിന്നെ പാദസരം, പിന്നെ സുധീഷ് കൊണ്ടു കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലേ അത്. അതെന്തോ അത് കിണ്ടി എന്ന് പറയുന്നതിനകത്തല്ലേ. ഇത് അപ്പൊ കിലുങ്ങുന്നുണ്ടാന്ന് ചോദിക്കും. പാദസരമുണ്ട്. ഇപ്പൊ കിലുങ്ങോ തോന്നും. ആ അത് തന്നെ. അത് ശരിക്കും ഇത് മുട്ടായി ആണോ? അതല്ല, കൺസെപ്റ്റ് മുട്ടായി ആണോ? മിഠായി ആണ്, മസാല ദോശയൊന്നും അല്ലല്ലോ. മണി നാട്ടിൽ കുറിച്ച് ചെയ്യണം ആളുകൾ. മണി മണി എനിക്കിതൊക്കെ കാണുമ്പോൾ മറ്റേ മേലെപ്പറമ്പിൽ അരയ്ക്കണോ എന്ന് ചോദിക്കുന്നത്. ക്രിസ്മസ് അല്ലേ, ബി ഹാപ്പി. ഇങ്ങനെ ഹാപ്പി ആയിട്ട് വേണം ഇതൊക്കെ പറയാൻ. ഭക്തി വേണം, അതിൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കണം. അപ്പോൾ ബ്ലൂ സ്റ്റാർ ഈ മിനിക്കൊക്കെ ഒത്തിരി ഉണ്ട്. ആദ്യത്തിന് അപ്പൂപ്പനെ കിടത്തിയേക്കണത് അതും അപ്പൂപ്പനല്ലേ? ഇത് റീത്ത്, ഇത് ക്രിസ്മസ് റീത്താണ് ഇതിന്റെ പേര്. അതെന്തിനാണ് അതിങ്ങനെ അതിൽ വയ്ക്കാൻ? നമ്മൾ പണ്ട് വച്ചിട്ടുള്ളതല്ലേ ഇതൊക്കെ.
നമ്മുടെ ഓഫീസിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. ഞങ്ങള് അവിടെ ഈ ഇതുപോലത്തെ ഈ റിബൺ വെച്ചിട്ട് തോരണം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ റീത്ത്. അയ്യോ, ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ല, അതിന്റെ ആ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ വീഡിയോ എടുത്തിടാം. ഞാൻ പറഞ്ഞില്ല എനിക്കിത് ഭയങ്കര ക്രേസാണ്. അപ്പം ഞാനിത് നല്ലപോലെ അത്യാവശ്യം പൊലിപ്പിച്ച് കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ച്. ചിലപ്പോൾ അമ്മ തന്നെ ഇപ്പോഴായിരിക്കും ഇത് കറക്റ്റ് കാണുന്നത് ഇത്രയും സാധനം ഉണ്ടെന്ന്. താക്കോൽ ഇതിനകത്തുണ്ടോ? ഇത് എന്തോ താക്കോല് അറിയാതെ വീണതാ. ഇതെല്ലാം മുട്ടായി. ഇത് അപ്പൂപ്പ ഇങ്ങനെ വരുമ്പോ മുട്ടായി കൊടുക്കും അല്ലേ? അത് തന്നെ ക്രിസ്മസ് ഗിഫ്റ്റും മുട്ടായും അപ്പൂപ്പൻ കൊടുക്കുന്ന സാധനങ്ങൾ. അപ്പൂപ്പനാണ് കൊടുക്കണം, അപ്പൂപ്പനല്ല കൊടുക്കണത്. അപ്പൂപ്പനാണ് കൊടുക്കുന്നത്, അപ്പൂപ്പൻ കുട്ടികൾക്ക് കൊടുക്കുന്നു. എല്ലാവരും ആഘോഷിച്ചോളൂ സന്തോഷപൂർവ്വം. ക്രിസ്മസ് എക്സ്മസ് എന്തെന്ന് പറഞ്ഞാലും സ്നേഹമാണ് ഇതിൻ്റെ അർത്ഥം. സ്നേഹം, ത്യാഗം, ഒരുമ, അതൊക്കെ തന്നെ അതിൻ്റെ അർത്ഥം. എല്ലാ ആഘോഷങ്ങളും അത് തന്നെ. ആൾക്ക് പക്ഷെ ഒരുമിക്കാനൊന്നും വയ്യെന്നേ ഉള്ളൂ. ഇത് എന്തോന്ന് ഒരു തുണ്ടാ പേപ്പറാണ് കണ്ടാണേ. സംഭവമൊക്കെ കൊള്ളാം കേട്ടോ. ഈ വടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ അടിയപ്പി. ഇത് എത്ര, ഈ ഗിഫ്റ്റ് ഒക്കെ എത്രയുണ്ടോ അത്രയും തന്നെ. ഇത്രയും അപ്പൂപ്പന്മാരൊക്കെ അനുസരിച്ചാണ് വടി. അല്ല, ഈ ഗിഫ്റ്റും ഇതൊക്കെ എത്രയുണ്ടോ അത്രയും തന്നെ അതും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പെയർ ആയിട്ട് കിട്ടിയതാണ് എല്ലാം കൂടെ. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റാറും പിന്നെ ഈ ഐറ്റംസ് എല്ലാം കൂടെ എനിക്കൊരു 1000 രൂപയ്ക്കകത്തേ ആയുള്ളൂ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു എനിക്ക് കിട്ടിയ സാധനങ്ങൾ. ഇത്രയും സാധനങ്ങളും ഇത് കൊള്ളാം. ഇത് മെറി ക്രിസ്മസ് എന്നാണെന്ന് തോന്നുന്നു. കണ്ട ചിലപ്പോ അതിൽ നിന്ന് അങ്ങനെ ഇളകി വന്നതായിരിക്കും. ഇതിന്ന് ഇളകി വന്ന മുട്ടായി നിന്നോളായിരിക്കും. ഇതൊന്ന് വെച്ച് തീർന്നിട്ട് വേണം. പൂവ്, ഈ പൂവ് അവിടെ വയ്ക്കാനുള്ളതാണ്. മെറി ക്രിസ്മസിലെങ്ങാട്ടുള്ളതാണ് കേട്ടോ. ഇന്ന തലയിൽ വയ്ക്കാനുള്ളത്. ഇത് കഴിഞ്ഞോ? ഇതെല്ലാം കഴിഞ്ഞൊരു കുഞ്ഞ് റബ്ബറുണ്ട്. ഇനി ഞാൻ സ്റ്റാർ കാണിച്ചു കൊടുക്കാം. അയ്യോ, ഇതാണ് ഞങ്ങളുടെ സ്റ്റാർ. പാറ്റേൺ മാറ്റാൻ പറ്റും കണ്ടോ. അപ്പം ഇനി ക്രിസ്മസ് ട്രീ എടുത്ത് വെക്കണം, ഇതെല്ലാം അലങ്കരിക്കണം. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. ഇതാണ് സ്റ്റാർ. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇതിലെല്ലാം നമ്മൾ ഐറ്റംസ് ഇടും. അപ്പം ഞങ്ങൾ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീ അലങ്കോലപ്പണികളിലേക്ക് കിടന്നിരിക്കുകയാണ്. ചെറുതൊക്കെ ആദ്യം നോക്കാം, എന്നിട്ട് വലുത്. കാരണം എന്നാലും സൈസ് കറക്റ്റായിട്ട് എവിടെ വരാൻ പറ്റുമെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ വടി എവിടെ
അതൊക്കെ ഞാൻ അകത്ത് അങ്ങനെ തൂക്കിയാണ് ഇട്ടിരുന്നത്. അതിലെല്ലാം വണ്ടിയുടെ ഉണ്ട്. അത് ലാസ്റ്റ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. ഫുൾ ചെയ്ത് അമ്മ ലൈറ്റ് ഒന്നിട്ട് എങ്ങനെയുണ്ട്? ഇതതിൻ്റെ മിനിയേച്ചർ ക്രിസ്മസ് ട്രീ. ഇത് അമ്മയുടെ അലങ്കോലപ്പണി. കൊള്ളാമല്ലേ? ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. എല്ലാവരും പോയി ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിക്ക്. അപ്പോൾ ബൈ.